സ്ഥാനാർത്ഥിത്വം കൊടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ എത്തുന്ന സ്ഥാനാർത്ഥി ചെറുപ്പക്കാരനാവട്ടെ പ്രായം ചെന്ന ആളാവട്ടെ, ആ സ്ഥലവുമായി ഒരു ബന്ധം ഉണ്ടാവണം. ഇപ്പം ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ കുറേ ചെറുപ്പക്കാരെ നിർത്തിയിരുന്നു. ഏറ്റവും കൂടുതൽ കഴിഞ്ഞ ഇലക്ഷനിൽ ചെറുപ്പക്കാരെ ഞങ്ങളാണ് 1-2 പേര് മാത്രമേ ജയിച്ചിട്ടുള്ളൂ. കാരണം പെട്ടെന്ന് നമ്മളൊരു ഇലക്ഷൻ സ്ഥാനാർത്ഥിയെ അങ്ങ് പ്രഖ്യാപിച്ചിറക്കിയാൽ ഇപ്പോൾ ജനം പഴയതുപോലെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ തടവുകാരല്ല. സ്വതന്ത്രമായി ചിന്തിച്ച് വോട്ട് ചെയ്യുന്ന ജനതയാണ് ഇന്നത്തെ ജനത എന്ന് പറയുന്നത്. കാരണം എല്ലാം വീക്ഷിക്കുന്നവരാണ്. അപ്പോൾ നമ്മൾ അതനുസരിച്ച് ഒരു കോൺഷ്യൻസിയുടെ ഇതനുസരിച്ച് ഉള്ള സ്ഥാനാർത്ഥി വരുമ്പോൾ ആ സ്ഥാനാർത്ഥിക്ക് അംഗീകാരം കിട്ടും. ചെറുപ്പക്കാരും വേണം. ചെറുപ്പക്കാർക്ക് നമ്മൾ കുറേയൊക്കെ പരിശീലനം കൊടുക്കാനുണ്ട്. യങ് ജനറേഷന് നേരത്തെ പറഞ്ഞില്ല, എന്താണ് യങ് ജനറേഷന്? അവർക്ക് പ്രോബ്ലം ഒന്നും ഉണ്ടായിട്ടല്ല. കാരണം അവർക്ക് ചരിത്രം പഠിക്കാനുള്ള അവസരം ഉണ്ടാവണം, നേരത്തെ ശ്രീ പന്ന്യൻ പറഞ്ഞ പോലെ. അപ്പം അങ്ങനെ ഒരു തലമുറയെ നമ്മൾ ഇപ്പോഴേ വാർത്തെടുക്കാൻ, പെട്ടെന്ന് കൊണ്ട് ഇലക്ഷനിൽ 50% ശരിയാണ്, ഞാനൊന്നും സമ്മതിക്കുന്ന കാര്യം തന്നെയാണ്. പക്ഷേ ഈ നമ്മൾ നിർത്തുന്ന സ്ഥാനാർത്ഥി ചെറുപ്പമാണെങ്കിലും പ്രായം ചെന്ന ആളാണെങ്കിലും ആ പ്രദേശത്തെ ജനങ്ങളുമായിട്ട് ബന്ധമുള്ള ആളുകളെയാണ് തിരഞ്ഞെടുക്കേണ്ടത്. അപ്പൊ അതിനുള്ള പരിശീലനം ഇപ്പൊ നമ്മൾ ചെറുപ്പക്കാരന് കൊടുക്കുന്നു. ഇന്ന സ്ഥലത്ത് പോയി നോക്കണം അവിടുത്തെ കാര്യങ്ങളൊക്കെ, സ്ഥാനാർത്ഥി എന്ന് പറയണ്ട. അങ്ങനെ നമ്മൾ ചുമതലപ്പെടുത്തിയാൽ കുറെയൊക്കെ അവർക്ക് കാര്യങ്ങൾ പിടികിട്ടും. അല്ല, ഇപ്പൊ